two charges 7 microcoulomb and -2 microcoulomb are placed at -900 centimeter and +900 centimeter in central external ഇലക്ട്രിക് ഫീൽഡ് A/R². അപ്പോൾ രണ്ട് ചാർജുകൾ ഒറിജിൻ നിന്ന്, ഇതാണ് ഒറിജിൻ എങ്കിൽ Q1 എന്ന് പറയുന്ന 7 മൈക്രോകൂളുംബിനെ 9 സെന്റിമീറ്ററിലും ദെൻ -2 മൈക്രോകൂളുംബ് എന്ന് പറയുന്ന ആളെ 9 + 9 സെന്റിമീറ്ററിലും സെപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ എന്തുണ്ട്? ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട് A/R². എയുടെ വാല്യൂ തന്നിട്ടുണ്ട് 9 × 10⁵ ന്യൂട്ടൺ പെർ കൂളുംബ് മീറ്റർ സ്ക്വയർ ആണ്. കൺസിഡറിങ് പൊട്ടൻഷ്യൽ അറ്റ് ഇൻഫിനിറ്റി ഈസ് 0, ദി ഇലക്ട്രോസ്റ്റാറ്റിക് എനർജി ഓഫ് ദി കോൺഫിഗറേഷൻ ഈസ്. ഇവിടെ നമുക്ക് അറിയുന്ന ഒരു കാര്യം, ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഇല്ലായിരുന്നു എന്ന് വിചാരിക്കുക. ഇലക്ട്രിക് ഫീൽഡ് ഇല്ലായിരുന്നുവെങ്കിൽ ഈ രണ്ട് ചാർജുകളുടെയും ഇന്ററാക്ഷൻ വഴിയുള്ള പൊട്ടൻഷ്യൽ എനർജി മാത്രമേ ഉണ്ടാവുമായിരുന്നുള്ളൂ. ഇന്ററാക്ഷൻ വഴിയുള്ളത് ആരായിരുന്നു? 1/4πε0 Q1 Q2/R. പക്ഷേ ഇവിടെ ആരുണ്ട്? ഇലക്ട്രിക് ഫീൽഡ് പ്രസന്റ് ആണ്. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് ഇൻഡിവിജ്വലി ഓരോ ചാർജുമായിട്ട് എന്ത് ചെയ്യും? വർക്ക് ചെയ്യുന്നുണ്ട്. കാരണം ചാർജിനെ ഇലക്ട്രിക് ഫീൽഡ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഇലക്ട്രിക് ഫീൽഡ് മൂവ്സ് ദി ചാർജ്. അത് നമുക്കറിയാം. പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിന്റെ സെയിം ഡയറക്ഷനാണ് മൂവ് ചെയ്യുക. നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിന് ഓപ്പോസിറ്റ് ആണ്. ദെർ മസ്റ്റ് ബി എ വർക്ക് ഡൺ ബൈ ഇലക്ട്രിക് ഫീൽഡ്. അപ്പൊ അവിടെ ആ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാവും, അല്ലെങ്കിൽ ആ ഒരു പൊട്ടൻഷ്യൽ എനർജി സെൽഫ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഇൻഫ്ലുവൻസ് ഉണ്ട്. പ്ലസ് ആ കാണുന്ന ഇന്ററാക്ഷൻ, രണ്ട് ചാർജ് തമ്മിലുള്ള ഇന്ററാക്ഷൻ തമ്മിലുള്ള പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, അപ്പൊ നമുക്ക് ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്, പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു സെൽഫ് എന്ന് ഞാൻ എഴുതിയത് ഇലക്ട്രിക് ഫീൽഡിന്റെ ഇൻഫ്ലുവൻസ് കൊണ്ടുണ്ടാവുന്ന പൊട്ടൻഷ്യൽ എനർജി പ്ലസ് നമ്മുടെ രണ്ട് ചാർജുകൾ തമ്മിലുള്ള ഇന്ററാക്ഷൻ വഴിയുള്ള പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, ഇന്ററാക്ഷൻ എനർജി. ഓക്കെ, ഇനി എന്താണ് സെൽഫ്? സെൽഫ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് QV ആണ്. ഇന്ററാക്ഷൻ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് രണ്ടുപേര് തമ്മിലുള്ള ഇന്ററാക്ഷനിൽ ഉണ്ടാകുന്നത്, അത് Q1 Q2/R ആണ്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ പൊട്ടൻഷ്യൽ തന്നിട്ടില്ല, പകരം ഇലക്ട്രിക് ഫീൽഡ് തന്നിട്ടുണ്ട്. നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡും പൊട്ടൻഷ്യലും തമ്മിലുള്ള റിലേഷൻ എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് നെഗറ്റീവ് പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് ആണ്, -dV/dr. ഹെൻസ് dV is equal to -E.dr. ഇന്റഗ്രേറ്റ് ചെയ്താൽ പൊട്ടൻഷ്യൽ is equal to നമ്മൾ എന്ത് എഴുതണം? -ഇന്റഗ്രൽ E.dr. അപ്പൊ ഇവിടെ V is equal to ഇന്റഗ്രൽ ഇലക്ട്രിക് ഫീൽഡ് A/R² ആണ്. അപ്പൊ ഈ 1/R² എന്ന് പറയുന്നത് R⁻². അപ്പൊ ഞാൻ ജസ്റ്റ് ഇന്റഗ്രൽ R⁻² എന്ന് എടുക്കുകയാണെങ്കിൽ R⁻² -2 + 1 -2 + 1 എന്ന് പറഞ്ഞാൽ -R⁻⁻1 ദാറ്റ് ഈസ് -1/R. അപ്പൊ നമുക്കിവിടെ വിയുടെ ഇക്വേഷൻ എന്ത് കിട്ടും? V is equal to -of പ്ലസ് ആയി ആരെന്ന വരിക? A/R എന്ന് വരും. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി എഴുതാം. അപ്പൊ ഞാൻ ഇക്വേഷൻ ആദ്യം പറയുന്നു. ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി is equal to Q1 V1 പ്ലസ് Q2 V2 പ്ലസ് Q1 Q2/R. ഓക്കെ, ഇനി
നമുക്ക് വാല്യൂസ് എല്ലാം കൊടുക്കാം. ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി U ഇസ് ഈക്വൽ ടു Q1 7 മൈക്രോ കൂളംബ് ആണ്. 7 × 10⁻⁻6. V എന്ന് പറയുന്നത് A/R ആണ്. A എത്രയാ? 9 × 10⁵ ആണ്. 9 × 10⁵. R എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എത്രയുണ്ട്? 9 സെന്റിമീറ്റർ ആണ്. ദാറ്റ് ഈസ് 9 × 10⁻². ഓക്കെ, ഫസ്റ്റ് പ്ലസ്. ഇനി നമുക്ക് അറിയുന്നതാണ് പൊട്ടൻഷ്യലും പൊട്ടൻഷ്യൽ എനർജിയും ആരാണ്? സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. പൊട്ടൻഷ്യലും പൊട്ടൻഷ്യൽ എനർജിയും സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. അതുകൊണ്ട് നമ്മൾ ചാർജിന്റെ സൈന് നിർബന്ധമായിട്ടും കൺസിഡർ ചെയ്യേണ്ടതാണ്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ കേസിൽ Q2 എന്ന് പറയുന്നത് -2 മൈക്രോ കൂളംബ് ആണ്. ഇൻറ്റു 10⁻⁻6. അവിടെയും A എന്ന് പറയുന്നത് നമുക്ക് എന്ത് തന്നെയാ? 9 × 10⁵. ഡിസ്റ്റൻസോ സെയിം, 9 × 10⁻². പ്ലസ് K 9 × 10⁻9 ആണ്. Q1 7 ആണ്. Q2 -2 ആണ്. 10⁻12 രണ്ടാളുടെയും കൂടി ചേർത്തിട്ട് ബൈ ഡിസ്റ്റൻസ് 6 18. 9 9 18 ഇൻറ്റു 10⁻² ആണ്. അപ്പോൾ നമുക്ക് ഇതിനെ 7 - 2 ഇൻറ്റു, ഇനി പവർ 9ഉം 9ഉം ക്യാൻസൽ ചെയ്യും, ശരിയല്ലേ? 9 ക്യാൻസൽഡ് ആണ്. പവർ 10⁻² മുകളിലേക്ക് വന്നാൽ അത് +2 ആണ്. +2 then 10⁵, 10⁻7, 10⁻6, അപ്പം 10 വരും. ഓക്കെ, ഇത് 70 ആവും. സോറി, 7 - 2 50 മൈനസ്, ഇനി ഇവിടെ എത്ര വരുന്നത്? 9ഉം 18ഉം എന്ത് വരും? 2. ഈ 2 നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. 1 ആയി. ദെൻ അവിടെ വരുന്നത് എത്രയാ? 7 ഇൻറ്റു പവർ താഴെ -2 ഉണ്ട്. -2 മുകളിൽ +2 ആയി. 10⁻² +11ഉം 10⁻−12ഉം. അപ്പൊ 10⁻−1. അപ്പൊ ഇത് 50 -0.7 എന്ന് പറയുമ്പോൾ 49.3 എന്ന ആൻസർ വരും. 49.3 ജൂള് പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, നമ്മുടെ ഓപ്ഷൻ 3. ക്ലിയർ?